അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അംബിയാക്കളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവർക്ക് നല്ല വയസ്സായി. തൻ്റെ താടിരോമം, തലമുടികളൊക്കെ നരച്ചുപോയി. എന്നിട്ടും ബഹുമാനപ്പെട്ടവർക്ക് മക്കളുണ്ടായില്ല. വല്ലാത്ത ബേജാറായിരുന്നു. ഒരു മനുഷ്യൻ്റെ മക്കളില്ല എന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്കുള്ള ബേജാറ് അത് ചെറുതൊന്നുമല്ലല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലിഹിസ്സലാമിനിക്ക് വല്ലാത്ത ബേജാറാണ്. അവിടുത്തെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്ത എന്ന രീതിയിലുള്ള സ്ത്രീയായിരുന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോടുള്ള ആശ മുറിഞ്ഞില്ല. എന്നും ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ, എനിക്ക് നീ ഒരു കുഞ്ഞിയെ നൽകണമെന്ന്. ഏതുവരെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയസ്സായ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്ത് പോലും ഏതായാലും സ്വാഭാവികമായി വയസ്സാവുന്ന സമയത്ത് മക്കളുണ്ടാവുകയില്ല എന്നുള്ള തീരുമാനം നമ്മളുടെ ഇടയിലുണ്ടല്ലോ. ആ സമയത്തു പോലും ബഹുമാനപ്പെട്ടവർ ദ്വാരിക്കുകയാണ്, ഇനി ഏതായാലും എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുകയല്ല. കാരണം മക്കൾ നൽകുന്നവൻ അത് അല്ലാഹുവാണ്. അല്ലാഹു തീരുമാനിച്ചാൽ അത് ഏത് വയസ്സിലും മക്കളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവരും അവിടുത്തെ ഒരാളും ദ്വാരക്കാൻ മനസ്സ് കാണിക്കാത്ത ആ വയസ്സിന് പോലും ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നത്, റബ്ബേ, എനിക്ക് മക്കളെ നൽകണം, എനിക്കൊരു കുഞ്ഞിയെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദ്വാരിക്കുകയാണ്. വഹബലി മിൻ ലദുൻക വലിയ, റബ്ബേ, എനിക്കൊരു കുഞ്ഞിയെ നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വാശാരമായി നൽകണേ അല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ടവർ ദ്വാരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസിൻ്റെ ആ നിയ്യത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ സമയത്ത് പോലും എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് എല്ലാവരും വിധി പറയുന്ന ആ സമയത്ത് പോലും റബ്ബിന് കഴിവുണ്ടല്ലോ എന്ന് കുലു ചെയ്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവർ ദുആക്ക് ഉത്തരം കിട്ടി. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ, നിങ്ങൾക്കൊരു കുഞ്ഞിയെ ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഒരു വലിയ സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ടവർ ദുനിയാവിൽ നടക്കുന്ന പതിവായി നടക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കാതെ, മനുഷ്യന്മാർ പറയുന്നതൊന്നും കേൾക്കാതെ, മനുഷ്യന്മാരുടെ തീരുമാനത്തിലല്ല കാര്യങ്ങളുള്ളത്, അല്ലാഹുവിൻ്റെ തീരുമാനത്തിലാണ്, അല്ലാഹുവിനെല്ലാം അധികാരമുണ്ട് എന്ന് കരുതി ബഹുമാനപ്പെട്ടവർ ആ അവസാന സമയത്ത് പോലും, എല്ലാവരും പ്രതീക്ഷകൾ കൈവിടുന്ന സമയത്ത് പോലും ബഹുമാനപ്പെട്ടവർ ആ വയസ്സിൽ പോലും ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ദുആർക്കുകയാണെങ്കിൽ എന്തൊരു ഈമാനാണ്, എന്തൊരു ഇഖ്ലാസാണ്, എന്തൊരു തവക്കുലാണ്. ഇതാണ് നമ്മളും അല്ലാഹുമായിട്ട് നമുക്കുണ്ടാകേണ്ട വലിയ തവക്കൽ. ഏത് സമയത്തും നമുക്കുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നതിൽ ഒരു മടിയും നാം കാണിക്കരുത്. ചിലപ്പോൾ കാരണങ്ങളെല്ലാം, സാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരായിരിക്കാം. നമ്മുടെ ആ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല എന്ന് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും, അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കലും പോലും അള്ളാവിൻ്റെ കഴിവിൻ്റെ മുമ്പിൽ അതെല്ലാം ചെറുതാണ് എന്നുള്ള ആ വലിയ ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ഒരാൾക്കും മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ആ വയസ്സിൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്ത് ആ വലിയ നിഅമത്ത് വാങ്ങിച്ച് കൂട്ടിയത് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഈ ഈമാനാണ്, ഈ ഇഖ്ലാസാണ്, ഈ തവക്കുലാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.